ആദ്യം നമുക്ക് എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് നോക്കാം. A computerized accounting system is an accounting information system that processes the financial transactions and events as per generally accepted accounting principles to produce reports as per user requirements. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ആ ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് അത് ആവശ്യാനുസരണം പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ, പ്രിൻസിപ്പിൾസാണ് അതിനടിസ്ഥാനമായിട്ട് പരിഗണിക്കുന്നത്. ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻസ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമുള്ള വിഭാഗങ്ങൾക്ക്, ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ആവശ്യാനുസരണം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തെ പറയുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് രണ്ട് ഘടകങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഒന്ന്, അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഈ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത്. ദെൻ ഈ സിസ്റ്റം പ്രവർത്തിക്കണമെങ്കിൽ എന്തുകൂടി വേണം? ഒരു ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് കൂടി ആവശ്യമാണ്. ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം വേണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും ആവശ്യമാണ്. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ആണ് ഡാറ്റ ആൻഡ് ഡാറ്റാബേസ്. ആദ്യം നമുക്ക് ഡാറ്റ എന്താണെന്ന് നോക്കാം. ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എബൌട്ട് എനി എൻറ്റിറ്റി ലൈക്ക് പീപ്പിൾ, പ്ലേസസ്, എൻറ്റിറ്റീസ്, ഇവൻറ്റ്സ്, ട്രാൻസാക്ഷൻസ് എക്സെട്ര. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ വ്യക്തികളുമായോ സ്ഥാപനങ്ങളുമായോ അതല്ലെങ്കിൽ സ്ഥലങ്ങളുമായോ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫാക്റ്റുകളെയും നമുക്ക് എന്ത് പറയാം? ഡാറ്റ എന്ന് പറയാം. ഇപ്പോൾ വ്യക്തികളുടെ പേര്, അവരുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻസ്, സ്ഥലത്തിൻ്റെ പേര്, ദെൻ ഒരു സ്ഥാപനത്തിൻ്റെ പേര്, ദെൻ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ദെൻ വൗച്ചർ നമ്പർ, അതിലെ ഡെബിറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട്, എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ കഴിയും? ഇവയൊക്കെ നമുക്ക് ഡാറ്റ എന്ന് പറയാൻ പറ്റും. ഇത്തരം ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ഇനി നമ്മൾ അറിയേണ്ടത് എന്താണ് ഡാറ്റാബേസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി അറേഞ്ച് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡാറ്റാബേസ് എന്ന് പറയാം. എ ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ. It is arranged in such a way that the relevant information can be quickly and easily accessed. Example, admission register, stock register, etc. അപ്പോൾ നമ്മൾ നേരത്തെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അത് വളരെ സിസ്റ്റമാറ്റിക്കായി അറേഞ്ച് ചെയ്ത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡാറ്റാബേസ് എന്ന് പറയാം. പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഡാറ്റയെ അടുക്കും ചിട്ടയോടുകൂടി ശേഖരിച്ചു വെച്ചാൽ ആ ശേഖരത്തെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് അഡ്മിഷൻ രജിസ്റ്ററും സ്റ്റോക്ക് രജിസ്റ്ററും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആർ ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഡാറ്റാബേസ്. എ ഡാറ്റാബേസ് ഈസ് ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് DBMS. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഡാറ്റ ശേഖരിച്ചു വെക്കുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടർ മെമ്മറിയിലാണ് ഡാറ്റ സേവ് ചെയ്ത് വെക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലാണ്. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡാറ്റ ശേഖരിച്ചു വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റാബേസ് ക്രിയേഷൻ, അതിലാവശ്യമായിട്ടുള്ള ഡാറ്റ എൻട്രി ചെയ്യൽ, ദെൻ അതിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യൽ, ഇതിനൊക്കെ സഹായിക്കുന്ന ആ സിസ്റ്റത്തെയാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഓർ സോഫ്റ്റ്വെയർ that manage and organize data effectively and provide access to the stored data. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമുക്ക് ആവശ്യാനുസരണം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതിലേക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്നതിനും ദെൻ ആവശ്യാനുസരണം ഡാറ്റ റിട്രീവ് ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്ട് ആർ ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഡാറ്റാബേസ് ഓറിയൻറ്റഡ് ആപ്ലിക്കേഷൻ. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടറുകളുടെയും സോഫ്റ്റ്വെയറുകളുടെയും സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ആ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്
ബേസിക് ആയിട്ട് വേണ്ടി വരുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന്, ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ് ആവശ്യമാണ്. ദെൻ ബാക്ക് എൻഡ് ഡാറ്റാബേസ്, ദെൻ ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഈ 4 റിക്വയർമെൻറ്റ്സ് ആണ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത്. ഇതിൽ ഓരോന്നും നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. ആദ്യം ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ്. The interactive link between user and database through which the user communicates with the database. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആണ് ഡാറ്റയായിട്ട് എങ്ങോട്ട് എൻട്രി ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. അങ്ങനെ അക്കൗണ്ടൻ്റ് എൻട്രി ചെയ്യുന്ന ഡാറ്റ സ്വീകരിക്കുന്ന ആ ഇൻ്റർഫേസിനെ അല്ലെങ്കിൽ ആ വിൻഡോയെ പറയുന്ന പേരാണ് ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ്. അക്കൗണ്ടൻ്റ് എൻട്രി ചെയ്യുന്ന ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, വൗച്ചർ നമ്പർ, ഡെബിറ്റ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട്, ഇത്തരം ഡാറ്റയെല്ലാം ഈ ഫോമിലൂടെയാണ് ഈ സിസ്റ്റം സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ച ഡാറ്റാബേസിൽ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഡാറ്റാബേസുമായി യൂസറെ ഇൻ്റർകണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് ദ ലിങ്ക് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ഡാറ്റാബേസ്. യൂസറിൽ നിന്ന് ഡാറ്റ സ്വീകരിച്ച് അത് ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്ന ആ ഇൻ്റർഫേസിനെയാണ് ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ബേസിക് റിക്വയർമെൻ്റ് ആണ് ബാക്ക് എൻഡ് ഡാറ്റാബേസ്. ഇറ്റ് ഈസ് എ ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റം ഹിഡൻ ഫ്രം ദ യൂസർ. ഇപ്പോൾ അക്കൗണ്ടൻ്റ് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ, അക്കൗണ്ടൻ്റ് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അത് ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ് ആണ് അത് സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ച ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്ന സ്റ്റോറേജ് സ്പേസിനെയാണ്, ആ സ്റ്റോറേജ് സിസ്റ്റത്തെയാണ് ബാക്ക് എൻഡ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹിഡൻ ഫ്രം ദ യൂസർ. ബാക്ക് എൻഡ് ഡാറ്റാബേസ് ആര് കാണുന്നില്ല? യൂസർ കാണുന്നില്ല. യൂസർ ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസുമായിട്ടാണ്. ആ ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ആ ഫോമിലൂടെയാണ് ഡാറ്റ എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എൻട്രി ചെയ്ത ഡാറ്റ സ്വീകരിക്കുന്ന ആ സ്റ്റോറേജ് സിസ്റ്റത്തെയാണ് ബാക്ക് എൻഡ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ്, ഡാറ്റ പ്രോസസ്സിംഗ്. എ സീരീസ് ഓഫ് ആക്ഷൻസ് ടു ട്രാൻസ്ഫോം ദ ഡാറ്റ ഇൻ ടു യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസിൽ നമ്മൾ നേരത്തെ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആവശ്യാനുസരണം റിട്രീവ് ചെയ്യുന്നതിനും ആ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഇൻഫർമേഷൻ ആക്കുന്ന ആ പ്രവർത്തനത്തെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻ്റ് ആണ് ഡാറ്റ പ്രോസസ്സിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നതിന് ഡാറ്റ പ്രോസസ്സിംഗ് അത്യാവശ്യമാണ്. ദെൻ ഫോർത്ത് റിക്വയർമെൻ്റ് ആണ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഇറ്റ് പ്രൊവൈഡ്സ് മീനിങ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ്. ഇപ്പോൾ ഡാറ്റ പ്രോസസ്സിങ്ങിലൂടെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ ഇൻഫർമേഷൻ, ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് യൂസർക്ക് മനസ്സിലാവുന്ന രീതിയിൽ റിപ്പോർട്ട് ഫോമിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആ കോമ്പണൻറ്റിനെയാണ് റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? യൂസർ എൻട്രി ചെയ്യുന്ന ഡാറ്റ സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ് വേണം. ദെൻ അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബാക്ക് എൻഡ് ഡാറ്റാബേസ് വേണം. ദെൻ ഡാറ്റ പ്രോസസ്സിംഗ് വേണം. അങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡാറ്റ ഔട്ട്പുട്ടായിട്ട് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റവും ആവശ്യമാണ്. ഈ 4 റിക്വയർമെൻറ്റ്സ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ബേസിക് ആയിട്ട് ആവശ്യമുള്ളത്. കമ്പാരിസൺ ബിറ്റ്വീൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് മാനുവൽ അക്കൗണ്ടിങ്. അപ്പോൾ മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇനി നമ്മൾ നടത്തുന്നത്. ഫസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് റിസൾട്ട്. നമുക്കറിയാം, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്ത് നമ്മൾ എന്താണ് ജനറേറ്റ് ചെയ്യേണ്ടത്? ആ ബിസിനസ്സിൻ്റെ റിസൾട്ട് അതല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അത് എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം വി ക്യാൻ ജനറേറ്റ് റിസൾട്ട് അറ്റ് എനി ടൈം. ഏത് സമയത്തും ആ ബിസിനസ്സിൻ്റെ റിസൾട്ട് കണ്ടെത്താൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതേസമയം മാനുവൽ അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് ഡൺ യൂഷ്വലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ആ ഫിനാൻഷ്യൽ ഇയറിലെ റിസൾട്ട് മാനുവൽ അക്കൗണ്ടിങ്ങിൽ കണ്ടെത്തുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഏത് സമയത്തും നമുക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയും. മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ അത് നോർമലി ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്താണ്. ദെൻ സ്പീഡ് ആൻഡ് അക്യുറസി. മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ഗ്രേറ്റ് സ്പീഡ് ആൻഡ് അക്യുറസി, കൂടുതൽ വേഗത്തിൽ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യാൻ കഴിയും. ദെൻ കൃത്യമായ കണക്കുകൾ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. ദെൻ മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. ജേർണലൈസ് ചെയ്യുന്നതിനും അത് പോസ്റ്റ് ചെയ്യുന്നതിനൊക്കെ കുറേ അധികം സമയം ആവശ്യമാണ്. ദെൻ
സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ കുറേയധികം ഡാറ്റ നമുക്ക് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ശേഖരിക്കാനും അതുപോലെ തന്നെ അത് പെട്ടെന്ന് റിട്രീവ് ചെയ്യാനും കഴിയും. ലാർജ് ഡാറ്റ ഇൻ എ ലിറ്റിൽ സ്പേസ് ആൻഡ് റിട്രീവൽ ഈസ് വെരി ഈസി. ഇപ്പോൾ ഡാറ്റ സ്റ്റോറേജും ഡാറ്റ റിട്രീവലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ വെരി ഈസിയാണ്. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ എ ലാർജ് നമ്പർ ഓഫ് ബുക്സ് ആർ റിക്വയർഡ് ആൻഡ് റിട്രീവൽ ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ നമുക്ക് കുറേയധികം ബുക്കുകൾ ആവശ്യമായിട്ട് വരും. ഇങ്ങനെ ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുള്ള കണക്കുകൾ, അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യലും അത് കണ്ടെത്തലും അതൊരു ഈസി ടാസ്ക് അല്ല. നെക്സ്റ്റ് പോയിന്റ്, കോഡിംഗ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലാണെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടുകൾക്കും പ്രൊഡക്റ്റുകൾക്കും നമ്മൾ കോഡ് കൊടുക്കാറുണ്ട്. ഡാറ്റ എൻട്രി സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലെഡ്ജർ അക്കൗണ്ടുകൾക്കും പ്രൊഡക്റ്റുകൾക്കും നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? കോഡുകൾ കൊടുക്കാറുണ്ട്. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ കോഡിങ്ങിന് വലിയ പ്രാധാന്യം ഇല്ല. ദെൻ ക്ലോസിംഗ് എൻട്രീസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഓരോ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തും ക്ലോസിംഗ് എൻട്രീസ് നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടതില്ല. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്. അപ്പോൾ ഓരോ അക്കൗണ്ടിലെയും ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആവും. ബട്ട് ഇൻ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ക്ലോസിംഗ് എൻട്രീസ് ആര് നടത്തണം? അക്കൗണ്ടൻറ്റ് മാനുവലായിട്ട് ചെയ്യണം. ഇറ്റ് ഈസ് നെസസറി. ദെൻ എറേഴ്സ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ എറേഴ്സ് കുറവാണ് വരുന്നത്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയും ഡിഫറൻസസ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും മാനുവൽ അക്കൗണ്ടിങ്ങും തമ്മിൽ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ഡാറ്റ പ്രോസസ്സിംഗ് സ്പീഡ്. മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാൾ സ്പീഡിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് ഏത് സിസ്റ്റം കൊണ്ട് കഴിയും? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം കൊണ്ട് കഴിയും. ദെൻ അക്യുറസി, ഗ്രേറ്റർ അക്യുറസി. സെയിം ഡാറ്റ നീഡ് നോട്ട് ബി എൻറ്റേർഡ് റിപ്പീറ്റഡ്ലി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ ഇറ്റ് ഈസ് അക്യുറേറ്റ്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സിങ്ങിൽ എറേഴ്സ് വരാനുള്ള സാധ്യത കുറവാണ്. ദെൻ തേർഡ് അഡ്വാൻറ്റേജ് ആണ് റിലയബിലിറ്റി. മാനുവൽ അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിംഗ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് അക്കൗണ്ടൻ്റ് ആണ്. അക്കൗണ്ടൻറ്റിന് ഒരു ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? കൂടുതൽ സമയം ജോലി ചെയ്യുമ്പോൾ അക്കൗണ്ടൻറ്റ് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്, തെറ്റുകൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തിൽ ഇത്തരം ലിമിറ്റേഷൻസ് ഒന്നും വരുന്നില്ല. എത്ര സമയം വേണമെങ്കിൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കും. അത് തെറ്റുകൂടാതെ പ്രവർത്തിക്കാനും തെറ്റുകൂടാതെ ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാനും ഈ കമ്പ്യൂട്ടർ നമ്മളെ സഹായിക്കും. മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാൾ റിലയബിൾ ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ദെൻ ഫോർത്ത് അഡ്വാൻറ്റേജ് ആണ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. ആസ് ആൻഡ് വെൻ ദ ഡാറ്റ ഈസ് എൻറ്റേർഡ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ആൾ ദ റിപ്പോർട്ട്സ് ഓൺ എ റിയൽ ടൈം ബേസിസ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോസ്റ്റിങ്ങും ബാലൻസിങ്ങും ഉടനെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകം പോസ്റ്റിങ്ങോ ബാലൻസിങ്ങോ ഏതിൽ ചെയ്യേണ്ടതില്ല? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ ജേണൽ എൻട്രിയിൽ വരുന്ന എല്ലാ ഇഫക്റ്റുകളും അതാത് അക്കൗണ്ടുകളിൽ ഉടനെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടുന്ന് ലഭ്യമാകും? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നിന്ന് ലഭ്യമാകും. ഓട്ടോമാറ്റഡ് ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ, സെയിൽസ് റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട്, ദെൻ സപ്ലയേഴ്സിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും അക്കൗണ്ടുകൾ, ഫൈനൽ അക്കൗണ്ടുകൾ, ഇത്തരം റിപ്പോർട്ടുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആര് പ്രോസസ്സ് ചെയ്യും? ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രോസസ്സ് ചെയ്യും. മാനുവൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ഇതെല്ലാം മാനുവലായിട്ട് നമ്മൾ തയ്യാറാക്കണം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൾ ഡോക്യുമെന്റ്സ് ഓർ റിപ്പോർട്ട്സ് ആർ റെഡിലി അവൈലബിൾ ഓൺ എ മൗസ് ക്ലിക്ക്. എത്രയും വേഗത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ദെൻ ക്വാളിറ്റി റിപ്പോർട്ട്സ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ തെറ്റ് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് റിപ്പോർട്ടുകളിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ എറർ ഫ്രീ റിപ്പോർട്ട്സ് ആർ ജനറേറ്റഡ്. തെറ്റില്ലാത്ത റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മളെ സഹായിക്കും. ദെൻ അടുത്ത അഡ്വാൻറ്റേജ് ആണ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ കുറേയധികം അക്കൗണ്ടിംഗ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യാനുസരണം റിട്രീവ് ചെയ്യാനും നമുക്ക് കഴിയുന്നു. സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റ ഈസ് വെരി ഈസി. എത്ര വർഷത്തെ അക്കൗണ്ടിംഗ് ഡാറ്റയും നമുക്ക് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യാനുസരണം റിട്രീവ് ചെയ്യാനും ഈ സിസ്റ്റം സഹായിക്കുന്നു.
7 അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏതൊക്കെയായിരുന്നു? സ്പീഡ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്, അക്യുറസി, റിലയബിലിറ്റി, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, ഓട്ടോമേറ്റഡ് ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ, ദെൻ ക്വാളിറ്റി റിപ്പോർട്ട് ആൻഡ് ലാസ്റ്റ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഇനി എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഈ സിസ്റ്റത്തിനുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് ലിമിറ്റേഷൻ ആണ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. എ ഹ്യൂജ് എമൗണ്ട് മേ ബി സ്പെൻഡ് ഫോർ ട്രെയിനിങ് പർപ്പസ് ടു അക്വൈൻറ്റ് എംപ്ലോയീസ് വിത്ത് ദ സിസ്റ്റം. മാനുവൽ അക്കൗണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് മാറ്റുന്ന സമയത്ത്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് വരുന്ന സമയത്തൊക്കെ ട്രെയിനിങ് ആവശ്യമായിട്ട് വരും. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ട്രെയിനിങ്ങിന് വരുന്ന കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ദെൻ നെക്സ്റ്റ് ലിമിറ്റേഷൻ ആണ് സ്റ്റാഫ് ഓപ്പോസിഷൻ. ഫിയർ ഓഫ് എംപ്ലോയീസ് ദാറ്റ് ദേ ഷാൽ ബി ലെസ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിലവിലുള്ള എംപ്ലോയീസ് ഇതിനെ ഒപ്പോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്താണ് കാരണം? അവരുടെ ഇമ്പോർട്ടൻസ് കുറയും എന്നുള്ള ഒരു ഭയം കാരണം ഈ സിസ്റ്റത്തെ, ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ദെൻ സിസ്റ്റം ഫെയിലിയർ, സോഫ്റ്റ്വെയർ ഡാമേജ്, ഡാറ്റ ലോസ്, വൈറസ് അറ്റാക്ക് എക്സെട്ര. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഫെയിലിയർ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫെയിലിയർ, വൈറസ് അറ്റാക്കുകൾ, ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ സിസ്റ്റം ഫെയിലിയർ ആവാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടും 3 ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്: കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, സ്റ്റാഫ് ഓപ്പോസിഷൻ ആൻഡ് സിസ്റ്റം ഫെയിലിയർ.